പ്രെഡാക്ടർ സീരീസിൽ ഒരു സൂപ്പർ മൂവിയാണ് ഏലിയൻ വിഎസ് പ്രെഡാക്ടർ റിക്വിയം. പ്രെഡേലിയൻ്റെ അറ്റാക്കൻ തുറന്ന് പ്രെഡാക്ടറുകളുടെ സ്പേസ്ഷിപ്പ് നമ്മുടെ എർത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുകയുണ്ടായി. ആ സ്പേസ്ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രെഡേലിയനും ഫേസ് അഗേഴ്സും ചേർന്ന് ആ സിറ്റിയിലുള്ള മനുഷ്യരെയൊക്കെ കൂട്ടത്തോടെ വേട്ടയാടി തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ആ സിറ്റി ഒന്നാകെ സെനാമോർഫ് എന്ന ഒരെണ്ണം ഏലിയൻ്റെ പിടിയിലും അകപ്പെട്ടു. മനുഷ്യരെല്ലാം അവ ജീവനോടെ ഭക്ഷണമാക്കി കളഞ്ഞു. കൂടാതെ ജസ്റ്റ് ബസ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഉപയോഗിച്ചു. തെരുവിൽ കിടന്നവർ മുതൽ പോലീസ് ഓഫീസർമാർ വരെ അവയുടെ ഇരകളായി മാറി. ഗവൺമെന്റ് പോലും ആ സിറ്റിയിലുള്ളവരെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ആ മോൺസ്റ്ററുകളുടെ കയ്യിൽ നിന്നും ജീവനോടെ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന് കണ്ടറിയാം. വെൽക്കം ടു മലയാളം വോയിസ് ഓവർ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. നമ്മുടെ ചാനലിൻ്റെ ടെലഗ്രാം ലിങ്കും FB ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സ്പേസ്ഷിപ്പിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രൊഡാക്ടറുടെ ഡെഡ് ബോഡിയാണ്. പെട്ടെന്നാണ് ആ ഡെഡ് ബോഡിയുടെ ചെസ്റ്റ് തുളച്ചുകൊണ്ട് ഒരു ചെസ്റ്റ് ബസ്റ്റർ പുറത്തേക്ക് വരുന്നത്. പ്രെഡേറ്റേഴ്സിന്റെ സഞ്ചരിക്കുന്ന ഒരു പരീക്ഷണശാലയാണ് ആ സ്പേസ്ഷിപ്പ്. സ്പേസ്ഷിപ്പിലെ ലാബിലുള്ളാണെങ്കിൽ നിരവധി ഫേസ് അഗേഴ്സിനെ ജീവനോടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് പ്രൊഡാക്ടറിന്റെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് വന്ന ചെസ്റ്റ് ബസ്റ്റേഴ്സ് പൂർണ്ണ വളർച്ച ചെയ്ത ഒരു പ്രെഡേലിയനായി മാറിക്കഴിഞ്ഞിരുന്നു. സാധാരണ ഏലിയനുകളെക്കാൾ കൂടുതൽ പവർഫുള്ളായ മോൺസ്റ്ററാണ് പ്രെഡേലിയൻ. പ്രെഡേറ്ററിന്റെ രൂപത്തിനോട് സാദൃശ്യമുള്ള മോൺസ്റ്റർ ആ സ്പേസ്ഷിപ്പിനുള്ളിലെ പ്രെഡാക്ടറുകളൊക്കെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം എർത്തിലൊരു വനത്തിനുള്ളിൽ തന്റെ മകൻ സാമിനോടൊപ്പം വേട്ടയിൽ ഏർപ്പെടുന്ന ബെൻസർ ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് തീപിടിച്ച നിലയിൽ താഴേക്ക് വന്ന് വീഴുന്നതായി കണ്ടു. അവൻ തന്റെ മകനോടൊപ്പം സംഭവ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്പേസ്ഷിപ്പ് തകർന്ന് കിടക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അവിടെ ഇനി നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ബെൻസർ തന്റെ മകനെയും കൂട്ടി അവിടെ നിന്ന് തിരിഞ്ഞോടി. ഓടുന്നതിനിടയിൽ തങ്ങളെ എന്തോ ഒന്ന് പിന്തുടരുന്നതായി അവന് തോന്നി. തന്റെ ഗൺ റെഡിയാക്കി വെച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. പെട്ടെന്നാണ് ഏതൊരു ജീവി അവന്റെ നേർക്ക് ഒറ്റച്ചാട്ടം. നിമിഷ നേരം കൊണ്ടവൻ അതിനെ വെടിവെച്ചിട്ടു. അതൊരു ഫേസ് ഹഗ്ഗർ ആയിരുന്നു. ആ ജീവിയുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ച ആസിഡ് പോലുള്ള ബ്ലഡ് ബെൻസന്റെ കയ്യിലാ വന്ന് വീണതും അവന്റെ കൈ രണ്ടായി മുറിഞ്ഞ് താഴേക്ക് വീണുപോയി. വേദന കൊണ്ടലറി അവന്റെ മുഖത്തേക്ക് മറ്റൊരു ഫേസ് ഹഗ്ഗർ അപ്പോഴേക്കും പിടുത്തമിട്ട് കളഞ്ഞു. തന്റെ അച്ഛൻ താഴെ വീണ് പിടയുന്നത് പേടിയോടെ നോക്കിക്കൊണ്ടു നിന്ന കുഞ്ഞിനെയും വെറുതെ വിട്ടില്ല ജന്തുക്കൾ. ഈ സമയം മറ്റൊരു ഗ്രഹത്തിൽ തങ്ങളുടെ സ്പേസ്ഷിപ്പുകളിലൊന്ന് മിസ്സായതായി ശ്രദ്ധയിൽപ്പെട്ട പ്രെഡേറ്ററുകൾ ഒരുത്തൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി എർത്തിലേക്ക് തിരിച്ചു. പിന്നീട് കാണിക്കുന്ന ഹീറോ ഡെല്ലസിനെ കാത്തു നിൽക്കുന്ന ഷെരീഫിനെയാണ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഡെല്ലസ് തന്റെ നാട്ടിലേക്ക് തിരികെ വരുന്നത്. ഫ്രണ്ടായ ഷെരീഫിനെ കണ്ടത് അവൻ തന്റെ അനുജനായ റിക്കിയെക്കുറിച്ചാണ് ആദ്യം അന്വേഷിച്ചത്. പഠനത്തോടൊപ്പം റിക്കി പാർട്ട് ടൈം ആയിട്ടിപ്പോൾ ഫുഡ് ഡെലിവറി ജോബ് കൂടി ചെയ്യുന്നുണ്ട്. കാടിനടുത്തുള്ള ഒരു അഴുക്കുചാലിന്റെ ഉള്ളിലേക്ക് പോലീസ് ഓഫീസറായി ആരും അന്വേഷിച്ച് കയറി പോവുകയാണ്. വീടില്ലാതെ അലഞ്ഞു തിരിയുന്ന ചിലർ അതിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അവരോട് അവിടെ നിന്ന് മാറി ഗവൺമെന്റിന്റെ ഷെൽട്ടറിലേക്ക് താമസം മാറ്റുവാൻ ഓഫീസർ പറയുന്നതിനിടയിൽ അവരുടെ വളർത്തുനായ അറ്റുപോയ ആരുടെ കൈയും കടിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. ഈ കാഴ്ചകിന്റെ ഷോക്കിലായ പറയാൻ അപ്പോൾ തന്നെ ഈ വിവരം ഷെരീഫിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. റിക്കി ഫുഡ് ഡെലിവറിക്കായിട്ട് പോയത് അവൻ ഓൺ സൈഡായിട്ട് ലവ് ചെയ്യുന്ന ജെസ്സിയുടെ വീട്ടിലേക്കാണ്. അവിടെ ജെസ്സിയുടെ ബോയ് ഫ്രണ്ട് ഡെയിലും അവന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ ഹരാസ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഡെയിലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ജെസ്സി ഇപ്പോൾ ഉള്ളത്. ഫുഡുമായിട്ട് വന്ന റിക്കിയെ ഡെയിൽ അകാരണമായി മർദ്ദിച്ച ശേഷം അവന്റെ കാറിന്റെ കീ തൊട്ടടുത്തുള്ള അഴുക്കുചാലിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പോലീസ് ഓഫീസർ റെയിലിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം അവിടേക്ക് അന്വേഷിച്ചു വന്ന ഷെരീഫിന് റോഡരികിൽ പാർക്ക് ചെയ്ത നിലയിൽ ഒരു കാർ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. ഈ സമയം ഫേസ് അഗേഴ്സിന്റെ ആക്രമണത്തിൽ താഴേക്ക് വീണുപോയ ബെൻസറിന്റെ മകനും ബോധം വന്നതും അവർ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ബെൻസന്റെ നെഞ്ച് തുളച്ചുകൊണ്ട് ഒരു ചെസ്റ്റ് ബസ്റ്റർ പുറത്തേക്ക് വന്നത്. ഇതേപോലെ സാമിന്റെ നെഞ്ചും തുളച്ചുകൊണ്ട് ഒരു ചെസ്റ്റ് ബസ്റ്റർ പുറത്തേക്ക് വന്നു. രണ്ടുപേരും സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടു പോവുകയും ചെയ്തു. ഇടിയും കൊണ്ട് വീട്ടിലേക്ക് വന്ന റിക്കിയക്കകത്ത് അവന്റെ ബ്രദർ ഡെല്ലസ് അവിടെ ഇരിപ്പുണ്ട്. തനിക്ക് കിട്ടിയ ഇടിക്ക് പകരം കൊടുക്കാനായി ബേസ് ബാറ്റുമായി ഇറങ്ങിയ റിക്കിയെ തടഞ്ഞുകൊണ്ട് ഡെല്ലസ് പറഞ്ഞു, ആദ്യം നമുക്ക് നിന്റെ കാറിന്റെ കീ നോക്കിയെടുക്കാം, ബാക്കിയൊക്കെ പിന്നെ. ഇതേസമയം അഴുക്കുചാലിൽ വിശ്രമിക്കുകയാണ് ഹാരിയും സുഹൃത്ത്. പെട്ടെന്ന് എന്തോ കണ്ട് അവരുടെ നായ കുരയ്ക്കാൻ തുടങ്ങി. അതെന്താണെന്ന് നോക്കാൻ പോയ ഹാരിയുടെ ഫ്രണ്ടിനെ ഫേസ് ഹഗ്ഗർ അറ്റാക്ക് ചെയ്ത് താഴേക്ക് ഇട്ടു. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരെണ്ണം ഹാരിയും ആക്രമിച്ചു. ഇവിടെ നടന്നതൊന്നും അറിയാതെ ഇവിടെ സുഹൃത്തായ ലേഡി അവിടേക്ക് വന്നത് അപ്പോഴാണ്. അവിടെയുള്ള കാഴ്ച കണ്ട് ഞെട്ടിവിറച്ച് നിന്ന് അവളെ ആക്രമിച്ചത് പ്രെഡേലിയനായിരുന്നു. അവളുടെ അലർച്ച ആ ചാനലിൽ മുഴങ്ങി കേട്ടു. ആരുടെയും കണ്ണിൽ പെടാതെ സ്പേസ് ജെറ്റിൽ നിന്നും പ്രൊഡാക്ടർ വനത്തുള്ളിലെ തടാകത്തിലേക്ക് വന്ന് വീണു. തടാകത്തിൽ നിന്ന് കരയിലേക്ക് കയറി അവൻ തകർന്നു വീണ സ്പേസ്ഷിപ്പ് കണ്ടെത്തിയ ശേഷം നേരെ അവിടേക്ക് പോയി. അതിനുള്ളിൽ കൊല്ലപ്പെട്ടു കിടന്ന പ്രൊഡാക്ടറിന്റെ ഹെൽമെറ്റ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഏരിയയിലുള്ള തിരക്കിയവൻ കാട്ടിനുള്ളിലേക്ക് കടന്നു. കാറിന്റെ കീ തിരക്കി ടെല്ലസ് റിക്കിയും അഴുക്കുചാലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ഇരുട്ട് മൂടിക്കിടക്കുന്ന അതിനുള്ളിൽ അവർ കീ തിരയുന്നിടയിൽ റിക്കി ഒരു മിന്നായം പോലെ ചെസ്റ്റ് ബസ്റ്റർ ഏലിയനെ കണ്ടെങ്കിലും അതൊരു എലിയാണെന്ന് കരുതി അവർ അത്ര കാര്യമാക്കി എടുത്തില്ല. ഇവർ നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ഹാരിയും ഫ്രണ്ട്സും കൊല്ലപ്പെട്ട് കിടപ്പുണ്ട്. ഇതൊന്നും അറിയാതെ അവർ ഒടുവിൽ ചാവി കിട്ടിയതും ആ ചാലിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി. കുറച്ച് നിമിഷം കൂടി അവർ അവിടെ നിന്നിരുന്നെങ്കിൽ ആ മോൺസ്റ്ററുകളുടെ ഇരയായി തീർന്നേനെ അവർ. രാത്രി ഏറെ വൈകിയതും ബെൻസറിന്റെ മകനും അന്വേഷിച്ചുള്ള തിരച്ചിൽ നിർത്താനുള്ള ഒരുക്കത്തിലായിരുന്നു ഷെരീഫ്. അപ്പോഴാണ് ബെൻസന്റെ വൈഫ് ഡാഡ്സി ഷെരീഫിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് തിരച്ചിൽ നിർത്തുന്നത്?
നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകാം. ഇത് കേട്ടതും ഷെരീഫ് വീണ്ടും വനത്തിനുള്ളിൽ കാണാതായവരെ തിരയാൻ നിർബന്ധനായി. ഷെരീഫിൻ്റെ ടീമിനോടൊപ്പം ഇത്തവണ ടാക്സിയും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഈ സമയമെല്ലാം ആരുടെയും കണ്ണിൽ പെടാതെ പ്രൊഡക്ടർ ഇവരെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. എത്ര അന്വേഷിച്ചിട്ടും കാണാതായവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. നിരാശരായവർ ഇനിയുള്ള തിരച്ചിൽ നേരം പുലർന്നിട്ടാകാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും തിരികെ പോയപ്പോഴും ഓഫീസർ റേ മാത്രം കാട്ടിനുള്ളിൽ ബെൻസറിൻ്റെയും മകനെയും തിരയുകയായിരുന്നു. ഇതേസമയം പ്രൊഡക്ടർ ആകട്ടെ ബെൻസന്റെ മകൻ്റെയും ഡെഡ് ബോഡികളുടെ അടുക്കലെത്തി. ഫേസ് അഗേഴ്സ് കാരണം കൊല്ലപ്പെട്ട അവരുടെ ഡെഡ് ബോഡികളുടെ ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ പ്രൊഡക്ടർ ഒരു സൊല്യൂഷൻ ഒഴിച്ച് അവയെല്ലാം ചാരമാക്കി കളഞ്ഞു. പക്ഷെ പ്രൊഡക്ടർ ഈ ചെയ്യുന്നതെല്ലാം അല്പം അകലെ നിന്ന് ഓഫീസറെ കാണുന്നുണ്ടായിരുന്നു. ആ മോൺസ്റ്ററിനെ കണ്ടതും മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന റേയെ അവൻ്റെ കയ്യിലെ വാക്കി ടോക്കിയിലെ ശബ്ദം കാരണം പ്രൊഡക്ടർ കാണുകയുണ്ടായി. ആ ജന്തു തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതും റേ ജീവനും കൊണ്ട് അവിടുന്ന് തിരികെ ഓടി. പക്ഷെ ഇൻവിസിബിളായ പ്രൊഡക്ടർ ശരവേഗത്തിൽ റേയുടെ പിന്നാലെ പാഞ്ഞു വന്ന ശേഷം അവൻ്റെ കഥ കഴിച്ചു. പിറ്റേന്ന് നേരം പുലർന്നതും എല്ലായിടത്തും ചർച്ച കാണാതായ അച്ഛനെയും മകനെയും കുറിച്ചായിരുന്നു. ഇതിനിടയിൽ ഓഫീസർ റേയുടെ വൈഫ് തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഷെരീഫിനോട് അന്വേഷിച്ചു. അപ്പോഴാണ് ഷെരീഫ് അറിയുന്നത് ഓഫീസർ റേ കഴിഞ്ഞ രാത്രിയിൽ കാട്ടിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഉടനെ തന്നെ ഷെരീഫ് റേയെ അന്വേഷിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. അന്വേഷണത്തിനൊടുവിൽ വനത്തിനുള്ളിൽ പിച്ച് ചീന്തിയ നിലയിൽ ഓഫീസർ റേയുടെ ഡെഡ് ബോഡിയാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആരാണ് ഈ ക്രൂരത കാട്ടിയിട്ടുണ്ടാവുക എന്ന് ഷെരീഫിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഇതേസമയം ഏലിയനുള്ള അന്വേഷിച്ച് പ്രൊഡക്ടർ ഹാരിയും ഫ്രണ്ട്സും താമസിച്ചിരുന്ന ആ ടണലിന്റെ അടുക്കൽ വരെ എത്തി. അടുത്ത സീനിൽ കാണിക്കുന്നത് റിക്കിയെ സ്വിമ്മിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാൻ വന്ന ജെസ്സിയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തോടെ ജെസ്സി തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് തെറ്റിയിരുന്നു. അതറിഞ്ഞതും സന്തോഷത്തിലായ റിക്കി അന്ന് രാത്രിയിൽ അവളോടൊപ്പം സ്വിമ്മിങ്ങിന് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഏലിയനുള്ള അന്വേഷിച്ച് ടണലുള്ളിലേക്ക് കയറിയ പ്രൊഡക്ടർ അവിടെയുള്ള ഡെഡ് ബോഡികൾ നശിപ്പിക്കുന്നിടയിൽ സെനമോർഫിസുകൾ അവന് നേരെ പാഞ്ഞെടുത്തു. ആ ജീവികളെ നിഷ്പ്രയാസം നേരിട്ട പ്രൊഡക്ടറിന് പ്രെഡേലിയൻ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ ഏലിയനുകൾ ടണലിൽ നിന്നും മുകളിലേക്ക് കയറിയ ശേഷം സിറ്റിക്കുള്ളിലേക്ക് ഓടി ഒളിച്ചു. ആ ജീവികൾക്ക് പിന്നാലെ തന്നെ പ്രൊഡക്ടറുമുണ്ട്. ഓഫീസർ റേയുടെ വൈഫ് കാരി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെത്തിയ ഏലിയനുകൾ അവിടെയുള്ള കുക്കിനെ കൊലപ്പെടുത്തിയ ശേഷം അവളെ അറ്റാക്ക് ചെയ്തത് നിമിഷ നേരം കൊണ്ടാണ്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഷെരീഫ് ആകട്ടെ ഡെല്ലസിനോട് റേയുടെ മരണത്തെക്കുറിച്ച് മറ്റൊരിടത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. ഏലിയനുകൾ സിറ്റി ഒന്നാകെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള പാച്ചിലാണ്. പവർ പ്ലാന്റിലെത്തിയ ഏലിയനുകളെ പ്രൊഡക്ടർ അറ്റാക്ക് ചെയ്യുന്നതിനിടയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതോടെ ആ സിറ്റിയിലെ പവർ സപ്ലൈ മുഴുവനായി കട്ടായിപ്പോയി. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ സ്വിമ്മിങ്ങിനെത്തിയ റിക്കി ജെസ്സിയുമായിട്ട് റൊമാൻസ് ചെയ്യുന്നതിനിടയിൽ അവിടെ ജെസ്സിയുടെ എക്സ് ബോയ് ഫ്രണ്ടായ ഡേൽ തന്റെ ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് റിക്കിയുമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കി. പവർ സപ്ലൈ പോയതും സിറ്റി ഒന്നാകെ ഇരുട്ടിലായി. ഇതിനിടയിൽ സ്വിമ്മിംഗ് പൂളിലൂടെ ഏതോ ഒരു ജീവി നീന്തി വരുന്ന ശ്രദ്ധിച്ച അവർ അപകടം മനസ്സിലാക്കിയതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ കൂട്ടത്തിലൊരുത്തൻ ആ ഏലിയനെ പിടിയിലായി. ബാക്കിയുള്ളവർ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും രക്ഷപ്പെടുന്നതിനിടയിൽ ഡെയിലിന്റെ ഒരു ഫ്രണ്ട്സിനെ കൂടി ആ ഏലിയൻ വകവരുത്തി കളഞ്ഞു. ഇതേസമയം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ അപകടം അറിഞ്ഞ ഷെരീഫ് ഡെല്ലസുമായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു. ഈ സിറ്റിക്കുള്ളിലെ മറ്റൊരിടത്ത് മിലിറ്ററി ഓഫീസർ കെല്ലിയുടെ മകൾ നൈറ്റ് വിഷൻ ബൈനോക്കൽ വച്ച് പുറത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഇരുട്ടിൽ ഒരു മോൺസ്റ്റർ നിൽക്കുന്നത് ആ കുഞ്ഞ് കണ്ടത്. പേടിച്ചുപോയി അവൾ അലറി വിളിച്ചതും കെല്ലിയും ഹസ്ബൻഡും അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്നിട്ട് അവളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. കുഞ്ഞ് താൻ കണ്ട കാര്യം അവളോട് പറഞ്ഞുവെങ്കിലും അവരാരും അത് വിശ്വസിച്ചിരുന്നില്ല. പെട്ടെന്ന് ജനൽ തകർത്തുകൊണ്ട് ഏലിയൻ അകത്തേക്ക് വന്ന ശേഷം കെല്ലിയുടെ ഹസ്ബൻഡിനെ അറ്റാക്ക് ചെയ്തു. ഇത് കണ്ടതും പേടിച്ചുപോയ കെല്ലി വേറെ മാർഗമില്ലാതെ തന്റെ മകളെയും കൊണ്ട് അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഡെയിലിന്റെ ഫ്രണ്ട്സിനെ ഏലിയൻ ഭക്ഷണമാക്കുന്നിടയിൽ അവിടെ ചെയ്ത പ്രൊഡക്ടർ ആ ഏലിയനെ കൊന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡെഡ് ബോഡികളും നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പൊട്ടിത്തെറി നടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് സിറ്റിയുള്ള ജനങ്ങളെയൊക്കെ ഒഴിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു ഷെരീഫ്. ഇതിനിടയിൽ അവിടെ ഓടിയെത്തിയ റിക്കിയും ഫ്രണ്ട്സും തങ്ങൾക്കുണ്ട ദുരനുഭവം അവരോടായി പറഞ്ഞു. റിക്കിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഷെരീഫും ഡെല്ലസും കൂടി നേരെ സ്വിമ്മിംഗ് പൂളിലുള്ള ആ ബിൽഡിങ്ങിനുള്ളിലേക്കാണ് പോയത്. അവിടെ അവർക്ക് ഡെഡ് ബോഡികളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നിരവധി ചോരപ്പാടുകൾ അവിടെ കണ്ടതോടെ റിക്കി പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഷെരീഫ് മറ്റു ഓഫീസർമാരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും ഒരാളിൽ നിന്നുപോലും ഒരു മറുപടിയും ലഭിച്ചില്ല. ഈ സമയം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട കെല്ലിയും മകളും ഏലിയനെ കണ്ട് ഒളിച്ചിരുന്ന ഒരാളുടെ അടുക്കിലേക്ക് എത്തി. അയാൾ തന്റെ ഗണ്ണുമായിട്ട് എന്തിനെ നേരിടാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ആയുധധാരിയ അയാളെ തൊട്ടടുത്ത മരത്തിൽ പതിയുന്ന പ്രൊഡക്ടർ ഒറ്റ ഷോട്ടിൽ തീർത്തു കളഞ്ഞു. ഇവിടെയും സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ കെല്ലി തന്റെ മകളെയും കൂട്ടി വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എല്ലായിടത്തും ഇരുട്ട് മാത്രം. കാരി തിരക്കി റെസ്റ്റോറൻറ്റിൽ എത്തിയ ഡാഡ്സിക്ക് കാണാൻ കഴിഞ്ഞതോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ ഡെഡ് ബോഡിയാണ്. പോരാഞ്ഞിട്ട് അവളുടെ നെഞ്ചി പിളർന്നുകൊണ്ട് ജസ്റ്റ് ബസ്റ്റേഴ്സ് പുറത്തേക്ക് വന്ന നിലയിലുമായിരുന്നു. ഇത് കണ്ടതും നിലവിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി.
തെരുവുകൾ ശൂന്യമായിരുന്നു. അവൾ ഓടിയെത്തിയതോ ഷെരീഫിന്റെ വണ്ടിക്ക് മുന്നിലേക്ക്. പേടിച്ച് വിളച്ചുന്ന ഡാഡ്സയാകട്ടെ താൻ കണ്ട കാര്യം ഒരുവിധം അവരോട് പറഞ്ഞൊപ്പിച്ചു. മിലിറ്ററി ഫോഴ്സ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഷെരീഫ് അവരോട് പറഞ്ഞുവെങ്കിലും ഡെല്ലസ് ആകട്ടെ അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ഒരു ഗൺ ഷോപ്പിലേക്ക് കയറി അവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ കളക്ട് ചെയ്തു. അവിടെ വെച്ച് കണ്ടുമുട്ടിയ 2 യുവാക്കളോടും ആയുധങ്ങൾ എടുത്ത് തയ്യാറായി നിൽക്കാൻ ഡെല്ലസ് പറഞ്ഞു. ഇതേ സമയം ഇവിടേക്ക് കെല്ലി തന്റെ മകളുമായിട്ട് ഓടിയെത്തി. ഡെല്ലസ് ആകട്ടെ 2 പേരെയും തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തിയ ശേഷം കെല്ലിയോട് അവൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്നത് സിറ്റിയിലൊരു ഹോസ്പിറ്റലാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കാരണം എല്ലായിടത്തും മങ്ങിയ വെളിച്ചം മാത്രമാണുള്ളത്. ലേബർ റൂമിലുണ്ടായിരുന്ന നഴ്സ് ഡോക്ടറെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതും പ്രെഡേലിയൻ നിമിഷ നേരം കൊണ്ട് അവളെ വകവരുത്തി കളഞ്ഞു. എന്നിട്ട് ആ ജന്തു സാവധാനം ഗർഭിണികളുള്ള ആ ലേബർ റൂമിനുള്ളിലേക്ക് കയറി. ആ മോൺസ്റ്ററിനെ കണ്ട് അവിടെയുണ്ടായ സ്ത്രീകൾ പേടിച്ചിലറി. നിമിഷ നേരം കൊണ്ട ഏലിയൻ തന്റെ എഗ്ഗുകൾ അവിടെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു. തങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം എടുത്ത ഡെല്ലസും കൂടെയുള്ളവരും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഡെല്ലസിനെ പ്രൊഡക്ടർ ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഒരുവിധം ആ ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ കണ്ടത് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ഏലിയനുകളെയാണ്. അതിലൊന്നിന്റെ തല പ്രെഡാക്ടർ തന്നെ അരിഞ്ഞ് താഴേക്കിട്ടു. പക്ഷെ തന്നെ ആക്രമിക്കാൻ വന്ന 2 പേരുടെ തല പ്രെഡാക്ടർ തന്റെ ലേസർ ഗണ്ണുകൊണ്ട് ചിതറിപ്പിച്ച് കളഞ്ഞു. ഇതെല്ലാം കണ്ടതും ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡെല്ലസും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഡെയിൽ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് രക്ഷപ്പെട്ടു. പ്രെഡാക്ടർ എയിലിനെ കൊല്ലുന്നിടയിൽ എയിലിന്റെ ബോഡിയിലെ ആസിഡ് പോലുള്ള ബ്ലഡ് മുഖത്തേക്ക് വീണ് ഡെയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ലേബർ റൂമിനുള്ളിലേക്ക് വന്ന് നോക്കിയ ഡോക്ടർ കാണുന്നത് ഗർഭിണികളുടെ വയർ കയറി പുറത്തേക്ക് വരുന്ന ചെസ്റ്റ് ബസ്റ്റേഴ്സുകളെയാണ്. എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടിയുറച്ചുന്ന ഡോക്ടറെ പിന്നിൽ ആ മോൺസ്റ്റർ പതിയെ നിൽപ്പുണ്ടായിരുന്നു. പ്രൊഡക്ടറിന്റെയും ഏലിയുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട ഡെല്ലസും കൂട്ടരും ഒടുവിൽ ഓടിയെത്തിയത് നാഷണൽ ഗാർഡുകളുടെ അടുത്തേക്കായിരുന്നു. പക്ഷെ അവിടെ ഒരാളെ പോലും കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും അല്ലാതെ ഒറ്റ ഡെഡ് ബോഡികളും അവിടെ എങ്ങും ഇല്ലായിരുന്നു. കാര്യങ്ങൾ തങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഭീകരമാണെന്ന് മനസ്സിലാക്കിയ ഷെരീഫ് നാഷണൽ ഗാർഡിന്റെ റേഡിയോ യൂസ് ചെയ്ത് കേണലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നടന്നതെല്ലാം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ സിറ്റിയുള്ള ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഷെരീഫ് കേണലിനോട് ആവശ്യപ്പെട്ടത്. 30 മിനിറ്റുള്ളിൽ ഇവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററുകൾ ഗില്ലിയൻ സർക്കിളിൽ എത്തുമെന്ന് അറിയിച്ച കേണൽ എല്ലാവരോടും അവിടേക്ക് വരാൻ നിർദ്ദേശം നൽകി. സിറ്റിയിലെ സെൻട്രലിലാണ് ഗില്ലിയൻ സർക്കിൾ ഉള്ളത് തന്നെ. ഉടനെ തന്നെ മിലിറ്ററി വെഹിക്കിളും എടുത്തുകൊണ്ട് ഡെല്ലസും കൂട്ടരും ഗില്ലിയൻ സർക്കിൾ ലക്ഷ്യമാക്കി പാഞ്ഞു. അല്പദൂരം പോയി കഴിഞ്ഞതും മിലിറ്ററി ടാങ്ക് ഡ്രൈവ് ചെയ്യുന്ന കെല്ലി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കൂടെ ഉള്ളവരോടായി ചോദിച്ചു, എന്തിനാണ് കേണൽ നമ്മളോട് സിറ്റിയുടെ സെൻട്രലിലേക്ക് വരാൻ പറഞ്ഞത്? ഇതേപോലുള്ള സിറ്റുവേഷനിൽ അകത്തുള്ളവരെ ഒരിക്കലും പുറത്തേക്ക് കടത്തി വിടാറില്ല. അത്തരം ഒരു പ്ലാന് വേണ്ടിയായിരിക്കാം നമ്മളെ സിറ്റിയുടെ സെൻട്രലിലേക്ക് വരാൻ പറഞ്ഞത്. മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന കെല്ലിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ അറിവുള്ളത് കൊണ്ടാണ് അവൾക്കിത് തോന്നിയത് തന്നെ. കെല്ലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡെല്ലസും മുന്നോട്ട് വന്നു. സിറ്റി മുഴുവൻ ആ ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിറ്റിക്ക് പുറത്ത് പോകുന്നതാണ് നല്ലതെന്ന് അവൻ കൂടെയുള്ളവരോട് പറഞ്ഞു. സിറ്റിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ തന്നെ വേണ്ടിവരും. അതാണെങ്കിൽ 2 ഇടത്തേ ഉള്ളൂ. ഒന്ന് എയർപോർട്ടിലും മറ്റൊന്ന് ഹോസ്പിറ്റലിലും. ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഗവൺമെന്റ് ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന നിലപാടിലായിരുന്നു ഷെരീഫും ഡാഡ്സിയും. അവർ 2 പേരും അതുവഴി വന്ന മറ്റൊരു വാഹനത്തിൽ കയറി ഗില്ലിയൻ സർക്കിളിലേക്ക് പോയി. ബാക്കിയുള്ളവർ ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലെ ഹെലികോപ്റ്റർ രോഗികളെയും കൊണ്ട് അവിടെ വിട്ട് പോയിട്ടുണ്ടാകാമെന്ന് ഇവർക്ക് സംശയമുണ്ടായിരുന്നു. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ ഡെല്ലസും കൂട്ടരും ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. സിറ്റിയിലേക്ക് വന്ന നാഷണൽ ഗാർഡിന് എന്താണ് സംഭവിച്ചതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ കേണൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റഡാർ വഴി വാച്ച് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഡെല്ലസും കൂട്ടരും ഹോസ്പിറ്റലിലെത്തി. ഡെല്ലസ് ഉൾപ്പെടെ 6 പേരാണ് ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. ഡെല്ലസ്, അനുജൻ റിക്കി, അവന്റെ ഗേൾഫ്രണ്ട് ജെസ്സി, കെല്ലിയും മകളും, പിന്നെ വഴിയിൽ നിന്ന് കയറിയ ഒരാളും. ഏത് വിധേയനും എല്ലാവരും കെല്ലിയെ പ്രൊട്ടക്ട് ചെയ്യണം, കാരണം ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യിപ്പിക്കാൻ അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഡെല്ലസ് എല്ലാവരോടുമായി പറയുകയും ചെയ്തു. ഹോസ്പിറ്റലിന്റെ പുറത്തും അകത്തും ഒന്നും ഒരാളെപ്പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. ഉള്ളിലാണെങ്കിൽ വയർ കീറിയ നിലയിൽ നിരവധി ഡെഡ് ബോഡികൾ കിടപ്പുണ്ട്. ഇതേ സമയം തന്നെ ഏലിയനുള്ള തിരഞ്ഞ് പ്രെഡേറ്ററും അവിടേക്ക് എത്തിയിരുന്നു. ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ ഏലിയൻ വകവരുത്തി കളഞ്ഞു. ഇത് കണ്ടതും ജെസ്സി പേടിച്ച് മുന്നോട്ടേക്ക് ഓടി. പ്രെഡേറ്റർ ആകട്ടെ അവിടെയുള്ള ഓരോ ഏലിയനുകളെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. ഒരേ സമയം നിരവധി ഏലിയനുകൾ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും അവൻ നിഷ്പ്രയാസം കൊന്നു തള്ളുകയാണ്. നിർഭാഗ്യവശാൽ പ്രെഡേറ്ററിന്റെ കയ്യിൽ നിന്ന് പോയ ബ്ലേഡ് തറച്ചു കയറി ജെസ്സി കൊല്ലപ്പെട്ടു. ജെസ്സി കൊല്ലപ്പെട്ടത് കണ്ടതും ഇറക്കി പ്രെഡേറ്ററിന് നേരെ ഫയർ ചെയ്തുകൊണ്ട് പാഞ്ഞെടുത്തു. ഈ തക്കം നോക്കിയ ഏലിയൻ പ്രെഡേറ്ററിനെ അറ്റാക്ക് ചെയ്തതും ലിഫ്റ്റ് തകർത്തുകൊണ്ട് ആ 2 ക്രീച്ചറുകളും താഴേക്ക് വീണു. അവിടേക്ക് ഓടിയത് റിക്കിക്ക് കിട്ടിയത് പ്രെഡേറ്ററുടെ ഒരു ഗൺ മാത്രമാണ്. എന്നാൽ പിന്നിൽ കൂടി വരുന്ന പ്രെഡേലിയൻ റിക്കിയെ ആക്രമിച്ചതും ഓടിയത് ഡെല്ലസ് പ്രെഡേലിയന് നേർക്ക് ഫയർ ചെയ്തു. അതോടെ ആ മോൺസ്റ്റർ റിക്കിയെ വിട്ട് ദൂരേക്ക് ഓടി ഒളിച്ചു കളഞ്ഞു. പരിക്കേറ്റ റിക്കിയും കൊണ്ട് അവർ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഹെലികോപ്റ്ററിന് അടുത്തേക്ക് നീങ്ങി. ഈ സമയം കൊണ്ട് ഷെരീഫും മറ്റുള്ളവരും ഗില്ലിയൻ സർക്കിളിലെത്തി. അവിടെയാണെങ്കിൽ സിറ്റിയിൽ ജീവനോടെ അവശേഷിച്ച എല്ലാവരും എയർ ലിഫ്റ്റിനെ കാത്തു നിൽക്കുകയാണ്. തങ്ങൾക്ക് നേരെ വരുന്ന ഏലിയനുകളെ ആയുധങ്ങൾ കൊണ്ട് അവർ നേരിടുകയാണ്. എത്ര നേരം ഇങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. ഡെല്ലസും മറ്റുള്ളവരും ഹെലികോപ്റ്ററിന്റെ അടുക്കലേക്ക് പോകുന്നതിനിടയിൽ നിരവധി ഏലിയനുകൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തു.
കെല്ലിയും ഡെല്ലസും വിദഗ്ധമായി ആ ജീവികളെ നേരിടുന്നുണ്ട്. ബുള്ളറ്റുകൾ തീർന്നതും ഡെല്ലസ് പ്രൊഡക്ടറുടെ ഗൺ യൂസ് ചെയ്താണ് അവയെ അവസാനം നേരിട്ട് കൊണ്ടിരുന്നത്. റിക്കിയും മോളിയും കൊണ്ട് ഹെലികോപ്റ്ററിൽ കയറി പോകുവാൻ കെല്ലിയോട് ഡെല്ലസ് പറഞ്ഞു. അതുവരെ ഞാൻ ഈ ജീവികളെ തടഞ്ഞു നിർത്താം. ഡെല്ലസിന്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റുള്ളവർ ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കയറി. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏലിയനുകളെ നേരിട്ട് കൊണ്ടിരുന്ന ഡെല്ലസ് ഒടുവിൽ മരണം മുന്നിൽ കണ്ട് നിൽക്കുകയാണ് പ്രൊഡക്ടർ അവിടേക്ക് എത്തിയത്. പിന്നീട് പ്രൊഡക്ടറും ഏലിയനുകളും തമ്മിലായിരുന്നു ഫൈറ്റ്. തന്റെ മുന്നിൽ പെടുന്ന എല്ലാ ഏലിയനുകളെയും പ്രൊഡക്ടർ കൊന്നു തള്ളുകയാണ്. ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ശേഷം കെല്ലിയും റിക്കിയും ഡെല്ലസിനെ കാത്തു നിൽക്കുന്നതിനിടയിൽ ഏലിയനുകൾ അവിടേക്ക് പാഞ്ഞെത്തി. തങ്ങളുടെ കയ്യിൽ അവസാന ബുള്ളറ്റ് വരെയും അവർ ആ ജീവികളെ നേരിട്ട് കൊണ്ടിരുന്നു. ഒടുവിൽ ഡെല്ലസ് ഹെലികോപ്റ്ററിലേക്ക് ചാടി കയറി ഡോർ ക്ലോസ് ചെയ്തതും ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുയർന്നു. അപ്പോഴേക്കും പ്രൊഡക്ടറും പ്രൊഡേലിയനും നേർക്കുനേർ ഏറ്റുമുട്ടി തുടങ്ങി. മുൻതൂക്കം പ്രൊഡക്ടറിനായിരുന്നു. പ്രൊഡേലിയന്റെ നാവ് പിടിയെടുത്ത പ്രൊഡക്ടർ അതിന്റെ തല തുളച്ചുകൊണ്ട് തന്റെ റിസ്റ്റ് ബ്ലേഡ് കുത്തിയിറക്കി. ഇതേ സമയം തന്നെ പ്രൊഡേലിയന്റെ വാൽ പ്രൊഡക്ടറിന്റെ നെഞ്ച് താർത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. സിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കെല്ലിയുടെ ഹെലികോപ്റ്ററിന്റെ മുന്നിൽ കൂടിയായിരുന്നു ജനങ്ങളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള വിമാനം പാഞ്ഞു പോയത്. തങ്ങളെ രക്ഷിക്കാനുള്ള വിമാനം വരുന്നത് കണ്ട ഷെരീഫിന്റെ മുഖത്തെ സന്തോഷം പതിയെ മാറി. അതിന് കാരണം അതൊരു ഫൈറ്റർ വിമാനമായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ബോംബ് ഇട്ട ശേഷം ആ വിമാനം അവിടെ ദൂരേക്ക് പറന്നുപോയി. നിമിഷ നേരം കൂടെ സിറ്റി കത്തിയമർന്നു. ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെല്ലിയുടെ ഹെലികോപ്റ്റർ ആകെ ആടി ഉലഞ്ഞു. ഒടുവിൽ ആ ഹെലികോപ്റ്റർ വനത്തിനുള്ളിൽ ഒരിടത്തേക്ക് ക്രാഷ് ലാൻഡ് ആവുകയാണ് ചെയ്തത്. ബോധം തെളിഞ്ഞ ഡെല്ലസും കെല്ലിയും കണ്ടത് കാട്ടിനുള്ളിൽ നിന്നും തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന പട്ടാളക്കാരെയാണ്. ദേഷ്യം കൊണ്ട് അലറിക്കൊണ്ട് ഡെല്ലസ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ സിറ്റി ഒന്നാകെ തകർത്ത് അവിടെയുള്ള പാവം ജനങ്ങളെ കൊന്നുകളഞ്ഞത്? ഗവൺമെന്റിന്റെ ഓർഡർ മാത്രമാണ് ഞങ്ങൾ അനുസരിച്ചത് എന്നായിരുന്നു അവരുടെ മറുപടി. എല്ലാവരെയും അവർ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ഡെല്ലസിന്റെ കൈയുണ്ടായിരുന്ന പ്രൊഡക്ടറുടെ ഗൺ മാത്രം ഹയർ അതോറിറ്റിക്ക് കൈമാറി. ആ സ്ഫോടനത്തോടെ പ്രൊഡക്ടറും ഏലിയനുകളും എല്ലാം ചത്തൊടുങ്ങി. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏലിയനുകൾ സ്പ്രെഡ് ആകുന്നത് തടയാൻ ഗവൺമെന്റിന്റെ സീറ്റ് തകർക്കുക അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ഗവൺമെന്റിനെ വിശ്വസിച്ച ജനങ്ങൾ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും മണ്ടന്മാരായി. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ കാണാം.